അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്ത്രീകളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സൂറത്തിൻ്റെ ആദ്യ വചനത്തിൽ തന്നെ സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് കൊണ്ടും അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ടുമാണ് ഈ അധ്യായത്തിന് അൻ-നിസാ എന്ന് പേര് വരാൻ കാരണം. 176 വചനങ്ങളിലായി മദീനയിൽ അവതരിച്ച ഈ അധ്യായത്തിന് പ്രാധാന്യങ്ങളേറെയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, സൂറത്തു നിസായിലെ 5 വചനങ്ങൾ, ആ 5 വചനങ്ങളാണ് എനിക്ക് ദുന്യാവ് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഭയങ്കരമെന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഈ സൂറത്തിൻ്റെ പ്രാധാന്യത്തെയാണ്. സൂറത്തിലെ 114, 115 എന്നീ 2 ആയത്തുകളാണ് നാം ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. 114-ാമത്തെ ആയത്തിൽ രഹസ്യ സംഭാഷണങ്ങളെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. നമുക്കറിയാം, രഹസ്യ സംഭാഷണങ്ങൾ തികച്ചും വിമർശനാത്മകമാണ്. ആരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എല്ലാവരും അതിനെ എതിർക്കുന്നുമുണ്ട്. എന്നാൽ ഇസ്ലാം എല്ലാ രഹസ്യ സംഭാഷണങ്ങളെയും അടച്ചാക്ഷേപിക്കുന്നില്ല, മറിച്ച് ചില രഹസ്യ സംഭാഷണങ്ങളെ അംഗീകരിക്കുകയും അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. നിങ്ങളുടെ ഒരു സംഭാഷണത്തിലും നന്മയില്ല, ഗുണമില്ല, ഇല്ലാ മൻ അമറ ബിസദഖ, സദഖ കൊണ്ടുള്ള സംഭാഷണങ്ങൾ ഒഴികെ, ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നന്മ കൊണ്ടുള്ള സംഭാഷണങ്ങൾ ഒഴികെ, ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴികെ. ഇതല്ലാത്ത എല്ലാ സംഭാഷണങ്ങളും വിമർശനാത്മകമായ സംഭാഷണങ്ങളെന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ തഫ്സീറുകളിൽ കാണാം, അള്ളാഹു രഹസ്യ സംഭാഷണങ്ങളിൽ നിന്ന് 3 ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്. അതിലൊന്ന് സ്വതക കൊണ്ടുള്ള കൽപ്പന, 2 നന്മ കൊണ്ടുള്ള കൽപ്പന, 3 ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ. കൂടെ അതിന് നല്ല പ്രതിഫലമുണ്ടെന്നും പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈ 3 കാര്യങ്ങളിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ആദ്യം പറഞ്ഞ സ്വതക്ക കൊണ്ടുള്ള കൽപ്പന. നമുക്കറിയാം, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് ദാനധർമ്മം എന്നുള്ളത്. ഒരു മനുഷ്യന് വല്ലതും കൊടുത്താൽ, ഒരു പാവപ്പെട്ടവന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവന് അന്നം നൽകാൻ, അവൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കാൻ അവൻ നൽകുന്ന ഓരോ നാണയത്തൊട്ടുകളും പ്രതിഫലാർഹമാണ്. അതിനെ പ്രചോദിപ്പിക്കുന്ന രഹസ്യ സംഭാഷണങ്ങളും പ്രതിഫലാർഹമാണ്. രണ്ടാമത്തത് നന്മ കൊണ്ടുള്ള കൽപ്പന, അൽ മഅറൂഫ്. എന്താണ് മഅറൂഫ്? ഖുർത്തുബി പറയുന്നുണ്ട്, അൽ മഅറൂഫു ലഫ്ളും യഅമ്മു അഅമാലൽ ബിർരി കുല്ലിഹാ. എല്ലാ നന്മയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ വാക്കാണ് മഅറൂഫ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാൻ സാധിക്കും, കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നന്മയും സദഖയാണ്. വ ഇന്ന മിനൽ മഅറൂഫി അൻ തൽഖ അഹാക ബിവജ്ഹി തൽഖ, മുഖപ്രസന്നതയോടുകൂടെ നീ നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോൽക്കുന്നതും അതൊരു സ്വതക്കയാണ്, അതൊരു നന്മയാണ്. അതുകൊണ്ട് നന്മയുടെ കവാടങ്ങൾ എവിടെ തുറക്കപ്പെട്ടാലും മുഅ്മിനീങ്ങൾ അത് പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തണം, ഒരിക്കലും അതിനെ നഷ്ടപ്പെട്ടു തരുത്. ഖുർത്തുബി തന്നെ പറയുന്നുണ്ട്, മൻ ഫുതി അലൈഹി ബാബും മിനൽ ഖൈർ ഫൽയത്തഹിസു ഫഇന്നഹു ലാ യദ്രി മതാ യുഅല്ലഖു അൻഹു. നിന്റെ മേൽ നന്മയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടാൽ നീ അതിനെ പെട്ടെന്ന് ഉപയോഗപ്പെടുത്തണം. എപ്പോഴാണ് നിന്റെ മേൽ അത് കൊട്ടിയടക്കപ്പെടുക എന്ന് പറയാൻ സാധിക്കില്ല. നഷ്ടപ്പെട്ടത് പോയി, ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നാം എല്ലാവരും, വിശ്വാസികളെല്ലാവരും നന്മയുടെ കവാടങ്ങൾ എവിടെ കണ്ടോ അത് വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും, ഒരു നന്മ നന്മയാവണമെങ്കിൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളണം. അതിലൊന്ന് തഅജീലുഹു, ആ നന്മയെ വേഗത്തിൽ ചെയ്യലാണ്. ഒരു നന്മ നമ്മുടെ മുമ്പിൽ പെട്ടാൽ അതിനെ പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തണം, പിന്തിപ്പിക്കരുത്. രണ്ടാമത്തത് തസ്ഈറുഹു, ആ നന്മയെ ചെറുതായി കാണലാണ്.
നാം ചെയ്ത ഓരോ നന്മയെയും ഒരിക്കലും വലുതായി കാണരുത്. മൂന്നാമത്തത് വസത്തുറു, ആ നന്മയെ മറച്ചു വെക്കലാണ്. അത് നീയും അള്ളാഹു മാത്രം അറിയുന്നത് മാത്രമായിരിക്കുക. ഇനി മൂന്നാമത് പറയുന്നത് ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും രണ്ടുപേർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കിയാൽ ഒരടിമയെ മോചിപ്പിച്ചതിൻ്റെ പ്രതിഫലം ആ രഞ്ജിപ്പുണ്ടാക്കിയതിന് വേണ്ടി അവൻ ഉപയോഗിച്ച ഓരോ ഹർഫിനും അള്ളാഹു അവന് നൽകുന്നതാണ് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ആയത്തിൻ്റെ അവസാനം പറയുന്നത് ഇവർക്കൊക്കെ നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഈ 3 പ്രവർത്തനങ്ങൾ ചെയ്ത മനുഷ്യന് അവന് ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ, മഹത്തായ പ്രതിഫലം പിന്നീട് നാം അവന് നൽകുന്നതാണ്. 115-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നതിനെക്കുറിച്ചും മുസ്ലിം മാർഗം വിട്ട് വ്യതിചലിച്ച് പോകുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അതിന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചുമാണ് അള്ളാഹു ഇവിടെ പ്രതിപാദിക്കുന്നത്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. ആരെങ്കിലും സന്മാർഗം വ്യക്തമായതിനു ശേഷം പ്രവാചകരോട് ഭിന്നിച്ച് പിരിഞ്ഞു പോയാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സന്മാർഗം വിട്ട് മറ്റു മാർഗം അവൻ അവലംബിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ പോയ വഴിക്ക് അവനെ നാം വിടും. വനുസ്ലിഹി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിൽ അവനെ എരിയിച്ചു കളയും. വസാഅത്ത് മസീറ, അത് മോശം പര്യവസാനമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സന്മാർഗത്തെക്കുറിച്ചാണ്. എന്താണ് സന്മാർഗം? ഹുവ ത്വരീഖുൽ മൂസിലു ഇലൽ ഗായ, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുന്ന മാർഗമാണ് ഹുദ എന്നുള്ളത്. ആ ഹുദയാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം, അതാണ് വിശ്വാസം. ആ വിശ്വാസം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇസ്ലാം എതിര് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിര് ചെയ്യാൻ അവകാശം നൽകുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അംഗീകാരമാണ്, ആ വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ഇസ്രാ മിറാജിൻ്റെ വിഷയത്തിൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പലതും ചോദിക്കുന്നുണ്ട്. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടൊരു ചോദ്യം ചെയ്യുന്നുണ്ട്. അഖാല റസൂലുള്ളാഹി മാ ഖുൽതുമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഖുറൈശികൾ പറയുന്നുണ്ട്, ബല, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൻ കാന ഖാല ഫഖദ് സദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. ഈ ഒരു വിശ്വാസം, ഈ ഒരു അംഗീകാരമാണ് ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ എന്നല്ലേ, അമ്പിയാക്കളുടെ പിൻഗാമികളാണ് ഉലമാക്കൾ. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ കാലത്തുള്ള ഉലമാക്കളെയും അവരെ അംഗീകരിക്കലും അവരെ എതിർക്കാതിരിക്കലും നമുക്ക് അത്യാവശ്യമാണ്. ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്, ഈ ആയത്ത് ഇറങ്ങാനുള്ളതിൻ്റെ കാരണം ഇബ്നു ഉബൈരിക് സാരിക്കിൻ്റെ മോഷ്ടാവിൻ്റെ പേരിലാണെങ്കിൽ അയാൾ ഒരിക്കൽ മോഷ്ടിച്ചു, പിടിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി ആജ്ഞാപിച്ചു. പക്ഷേ അയാൾ അത് അംഗീകരിച്ചില്ല. മക്കയിലേക്ക് ഓടി രക്ഷപ്പെട്ടു മുർത്തദായിട്ട്. അങ്ങനെ ശേഷം പറയുന്നു ഖുർത്തുബി, ഇത് അയാളുടെ പേരിലാണെങ്കിലും ഫഹിയ ആമത്തുൻ ഫീ കുല്ലി മിൻ ഖാലഫ ത്വരീഖിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഓരോരുത്തർക്കും ഈ ആയത്ത് ബാധകമാണെന്നാണ് ഖുർത്തുബി വിശദീകരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. ഇസ്ലാമിൻ്റെ കൽപ്പനകൾ, പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ അതൊന്നാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് യാതൊരു അവകാശവുമില്ല. ഇനി അഥവാ ആ കോർവയിൽ നിന്ന് ആരെങ്കിലും വിട്ടുമാറിയാൽ അനുസ്ലിഹി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിൽ അവനെ എരിയിച്ചു കളയുന്നതാണ്. അതുകൊണ്ടെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.